കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ വേമ്പനാട്ട് കായലിന്റെ വിസ്മയ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. ചതുരശ്ര കിലോമീറ്ററിൽ പരന്നു കിടക്കുന്ന തടാകം വൈവിധ്യമാർന്ന സമുദ്ര ആവാസ വ്യവസ്ഥയ്ക്ക് ആതിഥ്യമരുളുകയും വർഷം മുഴുവനും ദേശാടന പക്ഷികളുടെ കൂട്ടത്തെ ആകർഷിക്കുകയും ചെയ്യാറുണ്ട്. ഈ ഭാഗത്ത് വേഗ 2-ൻ്റെ ഫ്രണ്ട് വ്യൂവിനെ ഡെക്ക് യാത്രക്കാർക്ക് ഫോട്ടോഗ്രാഫുകൾ ക്ലിക്ക് ചെയ്യാനും തടാകത്തിൻ്റെ വിശാലമായ വിസ്തൃതി ആസ്വദിക്കാനും തുറന്നിട്ടിരിക്കുന്നുണ്ട്. ബോട്ടിന് 15 നോട്ടിക്കൽ മൈൽ വരെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇവിടെ ഈ ഭാഗത്ത് അത് പതുക്കെ ഓടിക്കുന്നു. അതിനാൽ തന്നെ വിനോദസഞ്ചാരികൾക്ക് തടാകത്തിൻ്റെ ഭംഗി വളരെ വ്യക്തമായി തന്നെ ആസ്വദിക്കാൻ സാധിക്കും. വേമ്പനാട്ട് കായലിൻ്റെ മറ്റൊരു പ്രത്യേകത വർഷത്തിൽ 6 മാസം ഉപ്പുവെള്ളവും ബാക്കി 6 മാസം ശുദ്ധജലവുമാണ് വേമ്പനാട്ട് കായലിൽ ഉള്ളത് എന്നതാണ്. മഴക്കാലത്ത് കായലിൽ നിന്ന് കടലിലേക്ക് വെള്ളം ഒഴുകുന്നത് കൊണ്ടാണ് ആ സമയത്ത് ശുദ്ധജലം കിട്ടുന്നത്. വേനൽക്കാലത്ത് കടലിൽ നിന്ന് കായലിലേക്കാണ് വെള്ളം ഒഴുകുക. ഇതുകൊണ്ട് കായലിലെ വെള്ളം ഉപ്പരസമുള്ളതാകുന്നു. വേമ്പനാട്ട് കായലിൽ 19 ഹെക്ടറിൽ പരന്നു കിടക്കുന്ന പ്രകൃതിദത്ത ജനവാസമില്ലാത്ത ദ്വീപായ പാതിരാമണൽ മാത്രമാണ് ഈ യാത്രയിലെ ഏക സ്റ്റോപ്പ്. ഏകദേശം 1 മണിക്ക് ബോട്ട് ഇവിടെയുള്ള ചെറിയ ജെട്ടിയിലെത്തുന്നു. അവിടെ അടുത്ത 30 മിനിറ്റ് നിർത്തും. അതിനാൽ വിനോദസഞ്ചാരികൾക്ക് ചെറിയ ദ്വീപിൽ നടക്കാൻ കഴിയും. ഇവിടെ കാണാൻ കാര്യമായി ഒന്നുമില്ല. എന്നാൽ ചതുപ്പ് നിലമായ ദ്വീപിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്കുള്ള നടത്തം ആശ്വാസകരമാണ്. ദ്വീപ് അപൂർവ ജീവികളെ ആകർഷിക്കുന്നതിനാൽ പക്ഷി നിരീക്ഷകരുടെ പ്രിയപ്പെട്ട കേന്ദ്രമാണിത്. പിന്നെ പാതിരാമണലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു നദീജന്യ ദ്വീപാണിത് പാതിരാമണൽ എന്ന് പറയുന്നത്. ഏകദേശം 1974 വരെ ഇവിടെ ഏകദേശം ഒരു 14ഓളം കുടുംബങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. മുഹമ്മദ് ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലാണ് ഈ ദ്വീപ്. അപ്പോൾ ഈ ദ്വീപിൻ്റെ പാരിസ്ഥിതിക മൂല്യം കണക്കിലെടുത്തുകൊണ്ട് സർക്കാർ ഈ ഇവിടെ താമസിക്കുന്ന അന്തേവാസികളുടെ മുഹമ്മദ് ഗ്രാമപഞ്ചായത്തിൽ അവർക്ക് വേറെ സ്ഥലം എടുത്ത് കൊടുത്തിട്ട് അവിടെ വീടും വെച്ച് അവരെ അങ്ങോട്ട് മാറ്റി. ഏകദേശം ഒരു 100 ഏക്കർ വിസ്തൃതി കിടക്കുന്ന ഈ പാതിരാമണൽ ദ്വീപിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ പണ്ട് വില്ലുമംഗല സ്വാമികൾ സന്ധ്യാ നമസ്കാരത്തിന് ഇറങ്ങിയപ്പം കായൽ വഴിമാറിക്കൊടുത്ത് കരയായി എന്നുള്ളൊരു ഐതിഹ്യവും കൂടി പാതിരാമണൽ ദ്വീപിനുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ് ബേർഡ് സാഞ്ചുറി എന്ന് പറയുന്ന കുമരകത്തിൻ്റെ കവണാറ്റിങ്കരയിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ 100 ഏക്കറിൽ കിടക്കുന്ന ഈ നദീജന്യ ദ്വീപും ബേർഡ് സാഞ്ചുറിയായിട്ടൊരു ബന്ധമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ അതായത് യൂറോപ്പ്, ആഫ്രിക്ക, അന്റാർട്ടിക്ക എന്നീ തുടങ്ങിയ പല സ്ഥലങ്ങളിൽ നിന്നും നിരവധി ദേശാടന പക്ഷികൾ എത്തിച്ചേരാനുള്ള ഒരു സ്ഥലമാണ് പാതിരാമണലും ബേർഡ് സാഞ്ചുറി കുമരകത്തെ. അപ്പോൾ അതുകൊണ്ട് ഈ പാതിരാമണൽ ബേർഡ് സാഞ്ചുറിയായിട്ട് ഒരു കണക്ഷനുണ്ട് ബേർഡ്സിൻ്റെ. ഇപ്പം ആഗോള താപത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് കുറച്ച് നാളുകളായിട്ട് ഈ പറഞ്ഞ പക്ഷികളുടെ വരവ് കുറവുണ്ട്. എന്നിരുന്നാലും ഈ കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായലിൻ്റെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന ദ്വീപിൽ ഇറങ്ങുക, ചുറ്റിക്കാണുക എന്ന് പറയുന്നത് സഞ്ചാരികൾക്ക് ഒരു വൈവിധ്യമാർന്ന ഒരു അനുഭവമാണ്. പാതിരാമണൽ കാഴ്ചകൾ കണ്ട് തിരിച്ച് ബോട്ടിലെത്തിയാൽ ബോട്ടിനകത്തു തന്നെ കുടുംബശ്രീ ഒരുക്കിയിരിക്കുന്ന വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണത്തിന് ശേഷമാണ് പിന്നീടുള്ള യാത്ര. ഞങ്ങൾ കുടുംബശ്രീ പ്രവർത്തകരാണ്. ഞങ്ങൾ 1 വർഷം വേഗ തുടങ്ങിയപ്പോൾ തൊട്ട് ഞങ്ങളിവിടെ നല്ല അടിപൊളി ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നവംബർ മാർച്ച് കാലയളവിൽ വിദേശ വിനോദസഞ്ചാരികളുടെ റെക്കോർഡ് ബുക്കിംഗ് കാണുന്ന ബജറ്റ് ലക്ഷറി റിസോർട്ടുകൾ, വില്ലകൾ, ഹോം സ്റ്റേകൾ എന്നിവയുള്ള കുമരകം എന്ന കോട്ടയം ജില്ലയിലെ ഏറ്റവും വിനോദസഞ്ചാര സൗഹൃദ മേഖലയിലേക്കാണ് യാത്ര പിന്നീട് നീങ്ങുന്നത്. യാത്രയുടെ അവസാന ഘട്ടത്തിൽ സമുദ്രനിരപ്പിന് താഴെ കൃഷി ചെയ്യുന്ന ലോകത്തിലെ ചുരുക്കം ചില സ്ഥലങ്ങളിലൊന്നായ കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന കുട്ടനാടിൻ്റെ മാസ്മരിക ലോകം പ്രത്യക്ഷപ്പെടുന്നു. നിങ്ങളുടെ ക്യാമറ എവിടേക്ക് ചൂണ്ടിക്കാണിച്ചാലും നിങ്ങൾക്ക് വളരെ തൃപ്തികരമായ, ആശ്വാസകരമായ, സന്തോഷകരമായ ഒരു ഫ്രെയിം ഉറപ്പായും ലഭിക്കുന്ന യാത്രയുടെ ഏറ്റവും മികച്ച ഘട്ടമാണിത്. മേഘാവൃതമായ ആകാശവും നേരിയ കാറ്റുമുള്ള സായാഹ്നങ്ങളിലൊന്നാണെങ്കിൽ നിങ്ങൾക്ക് ലോകത്ത് മറ്റൊന്നും ആവശ്യമില്ല. അത്രയും സുന്ദരമായ, വളരെ സുരഭിലമായ ഒരിടം. അപ്പോഴേക്കും ഭൂരിഭാഗം യാത്രക്കാരും ബോട്ടിൻ്റെ മുന്നിലും പിന്നിലും തങ്ങിയിരുന്ന് ബോട്ടിൻ്റെ പുറത്തുള്ള എല്ലാ കാഴ്ചകളും വ്യക്തമായി ഒപ്പിയെടുക്കാൻ മത്സരിക്കുന്നത് കാണാം. ഇരുവശങ്ങളിലും പച്ചപുതച്ച നെൽവയലുകളുള്ള കായലുകളുടെ വിശാലമായ ചാലിലൂടെ ബോട്ട് നീങ്ങുന്നു. മലയാളത്തിൽ പാടശേഖരങ്ങൾ എന്നറിയപ്പെടുന്ന ഈ വയലുകൾ 2ാം ലോക മഹായുദ്ധകാലത്ത് ഈ പ്രദേശം കടുത്ത ഭക്ഷ്യക്ഷാമത്താൽ വലഞ്ഞപ്പോൾ നെൽകൃഷി ചെയ്യുന്നതിനായി വേമ്പനാട്ട് കായലിൽ നിന്ന് വീണ്ടെടുത്തതാണെന്നാണ് ചരിത്രം.
അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന സേതു ലക്ഷ്മിബായിയാണ് വേമ്പനാട്ട് കായലിൻ്റെ ആഴം കുറഞ്ഞ പ്രദേശങ്ങൾ വീണ്ടെടുത്ത് നെല്ല് വിളയിക്കാൻ അനുമതി നൽകിയത്. ഏകദേശം 1959 ഏക്കർ വയലുകൾ ഈ രീതിയിൽ തയ്യാറാക്കി 1940 കൃഷി ആരംഭിച്ചു. രാജകുടുംബത്തോടുള്ള നന്ദി സൂചകമായി ഈ പ്രദേശങ്ങൾ റാണി, ചിത്തിര, മാർത്താണ്ഡം തടാകങ്ങൾ എന്ന് പുനർനാമകരണം ചെയ്തു. വേമ്പനാട്ട് കായലിലെ ഒരു പ്രധാന ആകർഷണമാണ് തണ്ണീർമുക്കം ബണ്ട്. കുട്ടനാട്ടിലെ നെൽകൃഷി ഉപ്പുവെള്ളത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടി കുട്ടനാട് വികസന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചതാണ് ഇത്. ഇതുകൊണ്ട് കുട്ടനാട്ടിൽ വർഷം മുഴുവൻ ശുദ്ധജലം ലഭിക്കുന്നു. ഇത് കുട്ടനാട്ടിലെ നെൽകൃഷിക്ക് സഹായമായെങ്കിലും അനേകം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇതുമൂലം ഉണ്ടായിട്ടുണ്ട്. കായലിലെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെട്ടതുമൂലം കുട്ടനാട്ടിലെ കായലിൽ മാലിന്യം അടിഞ്ഞുകൂടുന്നുണ്ട്. ആഫ്രിക്കൻ പായലിൻ്റെ അനിയന്ത്രിതമായ വളർച്ചയുടെ കാരണവും തണ്ണീർമുക്കം ബണ്ടാണെന്ന് പറയപ്പെടുന്നു. എന്നിരുന്നാലും വേമ്പനാട്ട് കായലിൻ്റെ അതിമനോഹരമായ കാഴ്ചയാണ് തണ്ണീർമുക്കം ബണ്ടിൽ നിന്നുള്ളത്. പമ്പ, മണിമലയാർ, അച്ചൻകോവിൽ, മീനച്ചിൽ തുടങ്ങി നിരവധി നദികൾ വേമ്പനാട്ട് കായലുമായി ലയിപ്പിച്ച് രൂപപ്പെട്ട ഡെൽറ്റ മേഖലയാണ് കുട്ടനാട്. വൈകുന്നേരത്തെ വെളിച്ചം മങ്ങാൻ തുടങ്ങുമ്പോൾ ബോട്ട് കുപ്പപ്പുരത്തിനടുത്ത് പമ്പാ നദിയിൽ പ്രവേശിച്ച് അവസാന ലാപ്പിലേക്ക് യാത്ര തിരിക്കുകയും ഒടുവിൽ ആലപ്പുഴയിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. ബോട്ടിൻ്റെ പ്രവർത്തന രീതികളെക്കുറിച്ചെല്ലാം വിശദമായി തന്നെ ഇതിലെ ജീവനക്കാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. എഞ്ചിൻ്റെ ഡാഷ്ബോർഡാണ്. ഇത് ലിവർ. രണ്ട് ലിവർ. ഈ ലിവറിൻ്റെ പർപ്പസ് ഫോർവേഡും സ്റ്റോപ്പിന് വരാൻ റിവേഴ്സ് ഇടുന്നത്. സ്റ്റോപ്പിന് റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ അത് നിൽക്കുന്നില്ല. സ്ലോ ആയി നിൽക്കുന്നു. ഇങ്ങനെ കറങ്ങുന്നത് നേരെ തിരിച്ചു കറങ്ങുന്നു. ഇത് പിന്നെ ചുമ്മാ സ്റ്റിയറിങ് ഇത്ര ഉള്ളൂ ഇതിനകത്ത്. ഓൺ ചെയ്യാം. മുമ്പിലേക്ക് വേണമെങ്കിൽ അങ്ങോട്ട് എടുക്കുക, ബാക്കിലേക്ക് വേണമെങ്കിൽ എടുക്കുക. സിമ്പിൾ. മാത്രമല്ല ബോട്ടിൽ ഇന്ധനം നിറയ്ക്കുന്ന അപൂർവ കാഴ്ചയും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. തിരികെയുള്ള യാത്രയിൽ ആട്ടവും പാട്ടുമായി ഒരു ഉത്സവാന്തരീക്ഷത്തിലെന്ന പോലെ എല്ലാ യാത്രക്കാരും വളരെയധികം ഉല്ലാസഭരിതരായിരുന്നു. 1 മണിക്കൂർ മുതൽ 1 ദിവസം വരെ നീളുന്ന കായൽപ്പരപ്പിലെ യാത്രയ്ക്ക് ആയിരങ്ങളും പതിനായിരങ്ങളുമൊക്കെ സ്വകാര്യ ഹൗസ് ബോട്ടുകളും ശിക്കാര ബോട്ടുകളുമൊക്കെ ഈടാക്കുമ്പോൾ വെറും 400 രൂപയ്ക്ക് 5 മണിക്കൂർ സുരക്ഷിതമായ ബോട്ട് യാത്രയാണ് ജലഗതാഗത വകുപ്പ് ആലപ്പുഴയിൽ ഒരുക്കിയിരിക്കുന്നത്. വേഗ 2 യാത്ര ഒരു അവിസ്മരണീയ അനുഭവമാക്കി മാറ്റുന്നതിൽ ഇതിലെ ജീവനക്കാരുടെ പങ്ക് ചെറുതല്ല. ചുരുക്കത്തിൽ ഇവരാണ് വേഗ 2വിൻ്റെ നട്ടെല്ലെന്ന് പറയാം. ഒരിക്കൽ കൂടി ഇവരെല്ലാം വളരെയധികം സന്തോഷത്തോടുകൂടി ഞങ്ങൾ പരിചയപ്പെടുത്തട്ടെ. പേരെന്ന് പറയൂ. എൻ്റെ പേര് മിനി. ഞാൻ ഷാജി. സുജിത്ത്. അനൂപ്. എൻ്റെ പേര് മേഴ്സി, കുടുംബശ്രീ പ്രവർത്തകൻ. താങ്ക് യു. എല്ലാവരോടും ഞങ്ങളോട് സഹകരിച്ചു ഈ യാത്ര സുഗമമായി പര്യവസാനിപ്പിച്ചതിന്, നിർദ്ദേശങ്ങൾ പാലിച്ചതിന്, അഭിപ്രായങ്ങൾ പറഞ്ഞതിന് എല്ലാറ്റിനും അപ്പുറം നന്ദി രേഖപ്പെടുത്തേണ്ടത് കേരള സർക്കാരിന്റെ ഈ ഫെസിലിറ്റി നിങ്ങൾ ഉപയോഗപ്പെടുത്തിയതിനാണ്. സംസ്ഥാന ജലഗതാഗത വകുപ്പിന് വേണ്ടി ജീവനക്കാരായ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കളങ്കമില്ലാത്ത നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ.
യാത്രകൾ അവസാനിക്കാതിരിക്കട്ടെ. വീണ്ടും കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയോടെ ഒരിക്കൽ കൂടി നന്ദിയോടെ ശുഭ സായാഹ്നം. താങ്ക് യു.